ഹലോ മുത്തുമണീസേ. ഒരു കുടുംബജീവിതത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാത്തവൾ എന്നാണ് എനിക്ക് ഒരു മഹാൻ പേരിട്ടേക്കുന്നത്. ആരാണെന്നറിയണ്ടേ? നമ്മുടെ ചൂപ്പി ചപ്പറണ്ണൻ. ഈ ചൂപ്പി ചപ്പറണ്ണനുണ്ടല്ല, ഇന്നലെ രാത്രി 11 മണിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാക്കാത്തത് ഈ ചൂപ്പി ചപ്പറണ്ണനും ഞാനുമായിട്ട് എന്ത് ബന്ധമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ നമ്പറിൽ നിരന്തരം വിളിക്കുന്നുണ്ട് അണ്ണൻ. എന്തറണ്ണാ. അപ്പോൾ ഞാൻ എന്താണ് പറയാൻ വന്നതെന്നറിയാമോ? മറന്നുപോയി. അതായത് ഞാനൊരു ഒരു സ്ത്രീയെ വിമർശിച്ചതിലൂടെ ഒരു ഗ്യാങ് ആളുകൾ എൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂടിയ ആളുകൾക്കൊക്കെയും കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്നും കൊണ്ട് പലരും മുറുമുറുക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. മുറുമുറുക്കലും നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിൻ്റെ യാചനയും കരച്ചിലും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാനൊരു സ്നേഹമായിട്ടോ കരുതലായിട്ടോ ഒന്നും കണക്ക് കൂട്ടുന്നില്ല. കാരണം അതിനേക്കാൾ ആത്മാർത്ഥതയുള്ള സ്നേഹം എനിക്ക് കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ അണ്ണൻ ഇന്നലെ രാത്രി 11 മണിക്ക് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് ഒന്ന് ഓമനിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അണ്ണനും അണ്ണനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? മക്കളെ, ഒരു യുദ്ധം ചെയ്യുന്ന പോരാളിക്ക് അവൻ്റെ ആയുധമാണ് ശക്തി. അതുപോലെ ഒരു ശക്തമായ ശരീരത്തിന് ശക്തമായ ഒരു മനസ്സാണ് അവരുടെ യുദ്ധത്തിനുള്ള ആയുധമെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സ് ഭയങ്കര സ്ട്രോങ് ആണ് മക്കളെ. ഈ ഉണങ്ങിയ ചില്ലമേലിരിക്കുന്ന പക്ഷിയും പോലും വിശ്വസിക്കുന്നത് ആ ഉണങ്ങിയ ചില്ലയിലല്ല, സ്വന്തം ചിറകിലാണ്. ഒടിഞ്ഞു വീഴുമോ എന്ന് ഭയന്നിട്ടല്ല അവരവിടെ ഇരിക്കുന്നത്. കൊമ്പൊടിഞ്ഞു വീണാലും എൻ്റെ ചിറകുകൾ കൊണ്ട് ഞാൻ പറക്കും എന്ന വിശ്വാസത്തിലാണ്. മനസ്സിലായ പൊന്നുമണീസേ? അടുത്തെന്തോ കനഷ്ടു ഒപ്പിച്ചും കൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് യാതൊരു രീതിയിലും ഞാൻ പേടിക്കാത്തത് കൊണ്ട് എന്ത് കാര്യം ഉണ്ടായാലും അതിനൊരു പരിഹാര മാർഗവും ഉണ്ടാവും മക്കളെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ. അത് ഞാനല്ലേ നേരിടണത്, ഞാൻ നേരിടും.